തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിക്കടുത്തുള്ള വിതുരയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് ചെന്നാലുള്ള പേപ്പാറ പൊടിയക്കാല വനമേഖലകൾ ആദിവാസികൾ കൂട്ടമായി താമസിക്കുന്ന സെറ്റിൽമെൻറ്റുകളാണ്. മറ്റ് കുടിയേറ്റ ജനതകൾ അന്നന്നത്തെ അപ്പത്തിനുള്ള വക തേടുന്ന ഈ നാട്ടിൻപുറം ഇന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ അവൻ്റെ ചവിട്ടടി ചോട്ടിലാണ്. അവൻ്റെ ഓരോ ചലനവും ഓരോ നീക്കവും ഇന്ന് ഈ ഇത്തിരിപ്പോന്ന കാട്ടുമുക്കിൻ്റെ അതിരുകളും കടന്ന് ഒരു നാടിൻ്റെ മുഴുവൻ വാർത്തയും വിവാദവുമായി നീറി പിടിക്കുകയാണ്. ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മനുഷ്യരെ കൊണ്ട് സ്വന്തമായി ഒരു കിടുകിടിലൻ പേരുമിടുവിച്ച് കാടും നാടും ഒരുപോലെ വിറപ്പിച്ച് മാധ്യമലോകത്തിൻ്റെ മാനസപുത്രനായി ഭരണചക്രം തിരിക്കുന്നവരുടെ തൊണ്ടയിൽ കുരുങ്ങിയ ഇരുതലമൂർച്ചയുള്ള മുള്ളായി കിരാതവേഷത്തിൽ നിറഞ്ഞു കത്തുന്ന ഒരാന, ഒരൊറ്റയാൻ. അത് അവൻ മാത്രമായിരിക്കും, കൊലകൊല്ലി. അതെ, അവനാണ് നമ്മുടെ കഥയിലെ നായകൻ അഥവാ പ്രതിനായകൻ. പേപ്പാറ കോട്ടൂർ ഫോറസ്റ്റ് റേഞ്ചിലെ ഏറ്റവും വലിയ കാട്ടാന. കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ പൊടിയക്കാല, ചാത്തനാട്, കട്ടപ്പാറ, കല്ലുപാറ, പൊടിയം മേഖലകളിലായി നടന്നിട്ടുള്ള 10ഓളം കൊലപാതകങ്ങളിലെയെങ്കിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പിടികിട്ടാപ്പുള്ളി. ഏതാനും വർഷം കൊണ്ട് ആദിവാസികളുടെ കൃഷിഭൂമിയിൽ ചെയ്തു കൂട്ടിയ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്താൽ തന്നെ ദശലക്ഷങ്ങൾ. ഒടുവിലിതാ കൊലകൊല്ലിയെ തേടി ഭരണകൂടം തന്നെ അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരിക്കുന്നു. 15 വർഷം കൊണ്ട് നമ്മുടെ ഈ ആദിവാസി മേഖലയിൽ നിരന്തര ശല്യം. ആദിവാസികൾ സാധാരണ ഇതിൽ വരുമ്പോൾ അവർ അപൂർവമായിട്ടൊക്കെയാണ് പുറത്തിറങ്ങുന്നതാണ്. ഇതിൻ്റെ ശല്യം കാരണം പലപ്പോഴും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പത്ര ഓഫീസിൽ വരെയും ഇതിൻ്റെ പരാതി പറയും, അങ്ങനെ വാർത്ത എഴുതി നിരന്തരം ഇങ്ങനെ പുറത്തുവിട്ടിരുന്നു. അതിന് ശ്രദ്ധയപ്പെടുകയും ഒരു മന്ത്രി വരെ വന്ന് ഇതിനെ തളയ്ക്കാനുള്ള ഏർപ്പാട് തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തളയ്ക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കുകയും ചെയ്തു. ഈ മേഖലയിൽ നിരവധി ആന ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ശല്യക്കാരൻ കൊലവൃത്തിയാണെന്നാണ് ആദിവാസികൾ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇതിനെ കാരണം പുറത്തിറങ്ങാൻ വയ്യ, കൃഷി ചെയ്യാൻ വയ്യ. പിന്നെ നിരവധി പേരെ കൊന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഈ മേഖലയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ ആക്രമണം കൊണ്ട്. പക്ഷേ കൂടുതൽ പേരും ഇതിൻ്റെ പേരാണ് പറയുന്നത്, ഇത് കൊന്നതെന്നാണ് പറയുന്നത്. പക്ഷേ സത്യതല്ല. കൊലകൊല്ലി അല്ലാതെ മറ്റാനകളും നിരവധി പേരെ ഈ മേഖലയിൽ കൊന്നിട്ടുണ്ട്. കൊലകൊല്ലി എന്നൊരു പേരിടാൻ തോന്നിയത് കൊലകൊല്ലി എന്നൊരു പേരിടാൻ ശല്യക്കാരനായതുകൊണ്ട് തന്നെയാണ്. കൃഷി ഈ ചക്കയും ചാരായവും ഒക്കെ കുടിച്ച് ചക്ക ഇഷ്ടം പോലെ തന്നെ ചക്കമടൻ ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ആദിവാസികൾ ചക്കമടൻ എന്നാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ കൊലകൊല്ലി എന്നുള്ള ഈ ആക്രമണം കൂടിയപ്പോൾ പൊടിയക്കാലൻ പരപ്പി എന്നൊരു ആദിവാസി സ്ത്രീയുണ്ട്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് ഈ ആനയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് ഈ ശല്യക്കാരനിൽ നിന്ന് കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന നമ്മൾ ഈ ഗുണ്ടകളെന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ശല്യക്കാരൻ. അങ്ങനെ ഒരു പേര് ഇടുകയും അതിപ്പോൾ ഏറ്റവും പ്രശസ്തമായി മാറുകയും ചെയ്തു. അപ്പോൾ അതെല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. അതെ, ചക്കയും തിന്ന് ചാരായവും കുടിച്ച് നടക്കുന്ന കൊലകൊല്ലിക്ക് ചക്കമാടനെന്നും ഒരു പേരുണ്ട്. ഇവൻ്റെ മുന്നിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളവർ പറയുന്നത് ഇവൻ ചക്കമാടനല്ല, സാക്ഷാൽ കാലമാടൻ തന്നെയെന്നാണ്. കാട്ടിൽ ആവശ്യത്തിന് ഈറ്റയും മറ്റ് തീറ്റ സാധനങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ആദിവാസികളുടെ കൃഷിയിടങ്ങളാണ് ഇവൻ്റെ വിഹാര കേന്ദ്രം. അതിൽ തന്നെ ചക്കയാണ് പ്രധാന ദൗർബല്യം. പഞ്ഞവും പട്ടിണിയും തിമിർത്തു പെയ്യുന്ന മിഥുനം കർക്കിടക മാസങ്ങളിലൊക്കെ ചക്കയാണ് ആദിവാസി ഊരുകളിലെ പ്രധാന ഭക്ഷണം. നാട്ടുരാശാക്കന്മാർ സേവിച്ച് കാടും വീടും ഒരുപോലെ വെളുപ്പിച്ചടുക്കിക്കഴിഞ്ഞ അവസ്ഥയിൽ ഉള്ള ചക്ക കൂടി ഒരു കാട്ടാന് പ്ലാവോടെ പിഴുതുകൊണ്ടു പോയാൽ എന്തു ചെയ്യും? ചക്കയിടാനുള്ള വരവിൽ വാഴയായാലും തെങ്ങായാലും കയ്യിൽ കിട്ടുന്നതൊക്കെ വേണമെങ്കിലും വേണ്ടെങ്കിലും പിഴുതെറിയുകയും ചെയ്യും. കിലോമീറ്ററുകൾ നടന്നു വേണം ആദിവാസി കുട്ടികൾക്ക് സ്കൂളിലെത്താൻ. ഭക്ഷണത്തിനുള്ള വക തേടാനായാലും ആശുപത്രിയിലെത്താനായാലും ആദിവാസികൾക്ക് പുറത്തിറങ്ങാതെ വയ്യല്ലോ. പേപ്പാറ കോട്ടൂർ റേഞ്ചിലെ ഉൾക്കാടുകൾ കള്ളവാറ്റുകാരുടെ വിഹാര രംഗമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ദാഹിച്ചു വലഞ്ഞ ഒരാന കുടിവെള്ളം തേടി നടക്കുമ്പോഴാവാം നല്ല ഒന്നാന്തരം വാറ്റുചാരായം കന്നാസ് കണക്കിന് കണ്ണിൽപ്പെടുന്നത്. ഒരിക്കലൊന്ന് സ്വാദ് നോക്കിയാൽ അതിൻ്റെ കിക്കറിഞ്ഞാൽ പിന്നെ വിടുമോ കൊലകൊല്ലി? മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കാത്ത കൊലകൊല്ലിക്കെതിരെ വാറ്റുചാരായത്തിൽ വിഷം കലക്കി വെച്ചും തോട്ടയിൽ ഭക്ഷണം പൊതിഞ്ഞു വെച്ചുമൊക്കെ പഠിച്ച പണി 18 പയറ്റിയിട്ടുണ്ട് കള്ളവാറ്റുകാർ. പക്ഷേ ചതിയുടെ ലാഞ്ചനമണക്കുന്ന പ്രലോഭനങ്ങളെയെല്ലാം ഇവൻ സമർത്ഥമായി അതിജീവിക്കുന്നു.
അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ചുരുക്കത്തിൽ കള്ളും കുടിച്ച് ചക്കയും തിന്ന് തലയും വാലുമില്ലാതെ നടക്കുന്ന കൊലകൊല്ലിയുടെ മനസ്സിലും തലമണ്ടയിലും ഇപ്പോൾ കാടിൻ്റെ നന്മകളേക്കാൾ അധികം മനുഷ്യൻ വാറ്റി കുറുക്കിയെടുത്ത തിന്മകളത്രേ നുരയിടുന്നത്. സാധാരണഗതിയിൽ മുമ്പൊക്കെ കൊലകൊല്ലി ആദിവാസി മേഖലയിൽ ഇറങ്ങിയാൽ ഒരു നിരപ്പ് നിരത്തി 4-5 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും മടങ്ങാറുള്ളതാണ്. പക്ഷേ ഇക്കുറി ഏതാണ്ട് 1 മാസത്തോളമായിട്ടും കക്ഷിക്ക് പിന്തിരിയാനുള്ള മട്ടും മാതിരിയും ഒന്നുമില്ല. പിന്നീട് നമ്മൾ മന്ത്രിയെ കളക്ടറെ ഒക്കെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോഴും ഇത്രയും ആനയെ പിടിക്കണമെന്നുള്ളത്. പക്ഷേ എങ്കിലും ആന നല്ല രീതിക്ക് അടുത്ത് വെച്ച് അവർ കണ്ട്, നമ്മളൊക്കെ പോയി കണ്ട് അവരും കണ്ട്, എന്നിട്ട് പോലും അവർ ആനയെ പിടിച്ചില്ല. മയക്കുവെടി വെച്ച് പിടിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ചരിവിലായി കഴിഞ്ഞാൽ ആന മയക്കുവെടി പിടിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിരപ്പായിട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നിരപ്പായ സ്ഥലത്ത് പോലും നിന്നിട്ട് പോലും നെല്ലിക്ക പറയുന്ന പറഞ്ഞ് ഇപ്പോൾ കൂട് കിട്ടുന്ന സ്ഥലത്താണ് നിന്നത്. അവിടെ നിൽക്കുമായിരുന്നു, നിരപ്പായ സ്ഥലമായിരുന്നു. അപ്പോഴവർ അത് ചെയ്തില്ല, പിടിച്ചില്ല. എന്നിട്ട് വീണ്ടും വിളകളിലൊക്കെ ഇറങ്ങി അവർ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യണം. പക്ഷേ ഒരു കല്ല് പാറയും പൊടിയൊക്കെ ആയിട്ട് ഉള്ള വാഴകൾ മരിച്ചിനിയും കവും തെങ്ങും എല്ലാം മറിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഇത് ഈ ആനയെ കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആളുകളെ കൊല്ലുന്നതാണോ കൃഷി നശിപ്പിക്കുന്നതാണോ പ്രധാനമായിട്ട്? എന്താ കൊല്ലുകയും ചെയ്യാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ആരെയും കൊന്നിട്ടൊന്നുമില്ല. പക്ഷെ വാഴയും മരിച്ചിനിയും ആദ്യമാണെങ്കിൽ ചക്ക മാത്രമാണ്. ഇപ്പോഴങ്ങനെയല്ല, എല്ലാം കൂടെ. പിന്നെ കൂടുതൽ ഈ ഭാഗത്ത് അത്രയും വാറ്റ് വെളിയിൽ നിന്ന് ആൾക്കാർ വന്ന് വാറ്റുന്നു. അങ്ങനെ അത് ഫോറസ്റ്റുകാർ അങ്ങനെ അത് നോക്കാത്ത കൊണ്ടാണ് വാറ്റ് നടക്കുന്നത്. അങ്ങനെ കൂടുതലും അങ്ങനെ ഈ വാറ്റ് കാരണമാണ് ആന വന്ന് അവർ ഫോറസ്റ്റുകാർ പോയി നിൽക്കുമ്പോഴാണ് ആന കോടയെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കൂടുതലും പിന്നെ വന്നത്. എന്നിട്ട് ഇപ്പോഴും ആദ്യം ചക്കയാണ് മാത്രം നിന്ന്. ഇപ്പോഴെന്ന് പറയുമ്പോൾ ചക്ക മാത്രമല്ല, ഉള്ള തെങ്ങും വീടിൻ്റെ വരെ വന്ന് ഉള്ളിലോട്ട് വീട്ടിലോട്ട് കയറി കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. ഈ സ്കൂൾ കുട്ടികളെയൊക്കെ വഴി കണ്ടാൽ അവർ ഓടിച്ചിടുവോ? ഓട്ടിക്കും. അത് അങ്ങനെയാണെങ്കിൽ എപ്പോഴും അവന് ഒരുപാട് പേരെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കൊല്ലാൻ പറ്റും. പിന്നീട് ഈ ആന വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു അറിയാം. അങ്ങനെ നമ്മൾ വന്ന് നിങ്ങൾ ഒരാൾ ആനയെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ആന ഇറങ്ങിന്ന് ഒരാൾ അറിഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? മറ്റുള്ളവരെ നമ്മൾ ഇതേപോലെ പോയി വിളിച്ചൊക്കെ പറയും, ഇങ്ങനെ ഈ ഭാഗത്ത് ആന വന്നിട്ടുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാറുണ്ട്. അതെ, അവരുടെ നിരന്തരമായ ആവലാതികൾക്കും പരിദേവനങ്ങൾക്കും ഒടുവിലാണ് കൊലകൊല്ലിയെ പിടിച്ച് തുറുങ്കലടയ്ക്കാനുള്ള തീരുമാനം മേലാവിൽ നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ വനം വകുപ്പിന് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. ആനയെ ജീവനോടെ തന്നെ പിടിക്കണം. കരുത്തനും ഭീകരനുമായ ഒരൊറ്റയാനെ കൊടുങ്കാറ്റിൽ മയക്കുവെടി വെച്ച് പിടിക്കുകയെന്ന് പറയുന്നത് തന്നെ തികഞ്ഞ റിസ്ക്. ഡോസ് കൂടിപ്പോയാൽ അല്ലെങ്കിൽ മയക്കുവെടിയേറ്റ് ഓടുന്ന ആന ചെങ്കുത്തായ മലയിടുക്കുകളിൽ മറിഞ്ഞു വീണാൽ ആനയുടെ മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആനപ്പന്തികൾ ഒട്ടും തന്നെ സജീവമല്ലാത്തതും കാട്ടാനയെ ചൊൽപ്പടിക്ക് നിർത്താൻ പ്രാപ്തരും പരിചയസമ്പന്നരുമായ താപ്പാനകൾ ലഭ്യമല്ലാത്തതും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. അങ്ങനെയാണ് ഒടുവിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലുള്ള വനം വകുപ്പിൻ്റെ സേവനം തേടുന്നതും ആനയെ തളയ്ക്കാനുള്ള നടപടികൾ തുടങ്ങുന്നതും. പ്രശ്നക്കാരെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിൽ പരിചയസമ്പന്നനായ ഡോക്ടർ പനീർശെൽവം ഇതനുസരിച്ച് ആദ്യം പേപ്പാറയിലെത്തി 1-2 നാൾ പിന്നാലെ നടന്ന് നമ്മുടെ വിവാദ നായകനെ നോക്കിക്കണ്ട് വിലയിരുത്തി. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞതുപോലെ കൊലകൊല്ലിയെ കത്രികപ്പൂട്ടിട്ട് പൂട്ടാൻ പോകുന്ന വിദഗ്ധരായ 5 താപ്പാനകളെ ഇതിനായി തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേകം വരുത്തിയിരിക്കുന്നു. വെടിയേറ്റ് വീഴുന്ന ആനയ്ക്കായി അവനെ മെരുക്കുവാൻ ഇവിടെ ഈ പൊടിയക്കാലയിൽ തന്നെ വലിയൊരു ആനക്കൂടിൻ്റെ പണിയും പൂർത്തിയാവുന്നു. കോന്നയിൽ നിന്നും കൊണ്ടുവന്ന 2 ലോഡ് തേക്കൻ കഴകൾ കൊണ്ടാണ് കൂട് നിർമ്മാണം. കൂടുണ്ടാക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആനയ്ക്കൊപ്പം എത്തിയ വിദഗ്ധരായ പണിക്കാരും.
നമ്മൾക്ക് ആർക്കും അതിൽ റോളില്ലെന്ന് വന്നാൽ നമ്മൾ മലയാളികൾക്ക് മൊത്തത്തിൽ മാനക്കേടല്ലേ എന്ന ആവേശവുമായി വയ്യെങ്കിലും കോട്ടൂർ റേഞ്ചിലെ താപ്പാന സോമനും ഒരു കൈ നോക്കാൻ തമിഴർക്കൊപ്പമുണ്ട്. ടോപ്പ് സെറ്റില് ആനകളുടെ കൂടെ വന്നവരാ. ഇതുപോലെ ഇതൊക്കെ മുന്നാടി എപ്പോഴാவது பண்ணிருக்கேன்? ഇതില്ല മുന്നാടി ഇതിപ്പോ 4 സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയി ചെയ്തിട്ടുണ്ട്. ആന കൂടി ചെയ്തിട്ടുണ്ട്, ആന കൂട് ചെയ്തിട്ടുണ്ട്, ആന പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന ആനയെ നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്? ട്രെയിൻ ചെയ്ത് അതിൽ ഞങ്ങളുടെ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആനയെ നമുക്ക് കിട്ടിയാലും ഇങ്ങനെ കൂട്ടിലിട്ട് പിന്നെ ട്രെയിൻ ചെയ്തിട്ടേ നിങ്ങൾ തിരിച്ചു പോകുള്ളൂ? ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതിന്റെ കുറുമ്പ് കുറച്ച് ഇതാകുന്നവരേക്കും ഞങ്ങള് കൂടെ ഉണ്ടാകും. ഇങ്ങനെ ഒരാഴ്ച വരേക്കും ഉണ്ടാകും പിടിച്ചിട്ടുണ്ടാവും. ഈ കൂട് ഉണ്ടാക്കിയത് നമ്മളിപ്പോ ഈ ഇതിൽ വരാൻ പോകുന്ന ആനയുടെ ഒരു സൈസും അതിന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. നോക്കിയിട്ട് ഇത് ആവശ്യത്തിന് സ്ട്രോങ് ആണോ? അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ അവിടുന്ന് ടോക്സിറ്റിൽ നിന്ന് ഞങ്ങളുടെ ഡോക്ടറും ഞങ്ങളുടെ ആർഒയും വന്ന് നോക്കി. അവര് നോക്കി ആനേനെ കണ്ട് ഇത്ര അടി വേണം, ഇത്ര അടി വെച്ചാലേ അത് ശരിയാകുള്ളൂ എന്ന് പറഞ്ഞ് അവരളന്ന് തന്നിട്ടാണ് ഞങ്ങൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരണമല്ലോ. ഒരുപാട് ദൂരമാണ് ഈ കെട്ടി വെച്ചുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കും അവർ. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുവരികയാണ്. ഇതിപ്പോൾ ഇതിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ കെട്ടി വലിച്ച് വരികയാണെങ്കിൽ മരങ്ങളൊക്കെ റോഡ് സൈഡിലാണ്. അത് നമ്മൾ പഴകിയ ആനയെ പോലെ നേരെ വരാൻ പോകില്ല. അങ്ങോട്ട് പോയി മരത്തിൻ്റെ ഇടയിൽ അതായത് കയ്യിലും അതുപോലെ കുടുങ്ങില്ല. അത് കാരണം ലോറി കയറ്റിക്കൊണ്ട് വരാൻ പറ്റുള്ള ഇതിലായിരിക്കും. ലോറിയിൽ ഇത് സ്ട്രഗിൾ ചെയ്യില്ലേ? ലോറിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മയക്കത്തോടെ മയക്കം ജസ്റ്റ് മുട്ടാതെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആന 2 സൈഡിലും കൂടെ അതാണ്. വണ്ടിയിൽ കാല് പൊക്കുകയൊക്കെ ഇപ്പുറത്ത് വയ്ക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മളെ അടിച്ച് നമ്മൾ വണ്ടിയും കൊണ്ട് നിൽക്കണം. ഇതിനു മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെയ്തിട്ടുണ്ട്. കാട്ടാനെ ഞങ്ങളുടെ സ്ഥലത്തിലൊരു ചേറ്റുമട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 12 കിലോമീറ്റർ കൊണ്ടുപോയി ഇതുപോലെ ഒരു ലോറിയിൽ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. അത് ഇതുപോലെ തന്നെ ആൾക്കാരുടെ മയക്കുവെടി വെച്ച് പിടിച്ചത്. മയക്കുവെടി വെച്ച് പിടിച്ചത് ആളുകൾക്ക് ശല്യമായിരുന്നോ? കൽപ്പന സാവല എന്നും പറഞ്ഞ് പിടിച്ചിരിക്കും. അവിടെ പിടിയാനെ കൽപ്പന ചവള. ആര് കൊടുത്ത പേരാ? അത് ഞങ്ങളുടെ ഡോക്ടർ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നിക്കാൻ എന്തോ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ പെണ്ണ് മരിച്ചു പോയില്ല. എൻ്റെ പേരിൻ്റെ ആനയ്ക്ക് കൊടുത്തു. അത് ഏത് റേഞ്ചിൽ നിന്നാണ് പിടിച്ചാനെ? അത് പൊള്ളാച്ചി. അപ്പൊ അവസാനം പിടിച്ചത് അവളെയാണ്, കൽപ്പന ചവള. അത് കഴിഞ്ഞത് ഇതുപോലെ കുറെ സ്ഥലത്തൊക്കെ പോയി ഞങ്ങളെ പിടിച്ചു കൊടുക്കുകയും ട്രെയിനിങ് കൊടുക്കുക. ആന്ധ്ര പോയായിരുന്നു. എല്ലായിടും പോകാറുണ്ട്. ബംഗാളൂരും പോയി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ എവിടെ ഇപ്പൊ ഇതുപോലത്തെ ഒരു ആവശ്യം വന്നാലും നിങ്ങളായിരിക്കും കൂടുതൽ പോകുന്നത്? അതിനായിട്ടുള്ള കുങ്കിയായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ആനകൾ. അതെ, ബംഗാളിൽ വരെ പോയി ആനയെ പിടിച്ചിട്ടുള്ളവരാണ്. പാമ്പൻ പാലത്തേക്കാൾ ഉറപ്പുള്ള കൂടും. പക്ഷേ ഇടേ തമിഴ്കുടി മകനെ, നീയൊക്കെ ഇന്നേ വരെ കണ്ടിട്ടുള്ളതും പിടിച്ചിട്ടുള്ളതുമായ ഇനത്തിൽപ്പെട്ടതൊന്നുമല്ല ഈ ആന. ഈ കൊലകൊല്ലി ഇതേ ഇനം വേറെയാ എന്ന പുച്ഛച്ചിരിയുമായി കൊലകൊല്ലി ഈ പരിസരത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവുമോ എന്നതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ചിന്ത. പല മാധ്യമ പ്രവർത്തകർ അനേക ദിവസങ്ങൾ പിന്നാലെ നടന്നിട്ടും ആർക്കും മുഖം കൊടുക്കാതെ മുങ്ങിക്കളിക്കുന്ന കൊലകൊല്ലി ഇടതൂർന്ന പുല്ലുകൾക്കിടയിൽ സുഖശയനം നടത്തുമ്പോൾ അതറിയാതെ മുന്നിൽ ചെന്നുപെട്ട TV സംഘത്തെ ക്യാമറ കയ്യിലെടുക്കാൻ പോലും അനുവദിക്കാതെ പറപ്പിച്ച കൊലകൊല്ലി. അങ്ങനെയുള്ള കൊലകൊല്ലിയെ ഇത്തിരി നേരത്തേക്കെങ്കിലും ക്യാമറയിൽ കിട്ടിയിരുന്നെങ്കിലെന്ന് വെറുതെ മോഹിച്ചുപോയി. പക്ഷെ അപ്പോഴങ്ങോട്ടെത്തിയ അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഓഫീസർ അനീഷ് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകി. സൂക്ഷിക്കണം, നിങ്ങൾ നിൽക്കുന്നതിന് 1 കിലോമീറ്റർ ചുറ്റുവട്ടത്ത് തന്നെ അവനുണ്ട്, കൊലകൊല്ലി. ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണോ? ഇപ്പൊ പുല്ലും കാടുമായിട്ട് ചേർന്നതിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. പുല്ലും കാടുമായിട്ട്, പച്ചക്കാടുമായിട്ട് ചേർന്ന ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് സ്ക്വാഡിലെന്ന് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ നമ്മുടെ ആനപ്പന്തിയിലേക്കൊന്ന് വരാൻ പറയുക. നമുക്ക് അങ്ങോട്ട് വന്നൊന്ന് കാണണമെങ്കിൽ ആനപ്പന്തിയിലേക്കൊന്ന് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറയുക. തമിഴ്നാട്ടിൽ നിന്നും വന്ന കൂടുപണിക്കാർക്ക് ആനയെ കാട്ടിക്കൊടുക്കാൻ പറ്റിയ ഒരവസരം, അതിന് തക്ക സുരക്ഷിതമായ ഒരിടം. അങ്ങനെ ഒരിടത്തായിരുന്നു അപ്പോൾ ആന നിലയുറപ്പിച്ചിരുന്നത്. കൂടുപണിക്കാരുമായി വനപാലക സംഘം കാട്ടിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ കയ്യും കാലും പിടിച്ചെന്ന് പറഞ്ഞ മാതിരി ഞങ്ങളും കൂടെ കൂടി. അല്ല, വിലക്കിയിട്ടും ഇടിച്ചു കയറിയെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പക്ഷെ ഒരു അപകടമുണ്ട്. ആന നിൽക്കുന്നിടത്തേക്ക് നീങ്ങുന്നതിനിടയ്ക്ക് മനുഷ്യ സാന്നിധ്യം അറിഞ്ഞ് ആന ഇങ്ങോട്ടിറങ്ങി വന്നാൽ എല്ലാ കണക്ക് കൂട്ടലുകളും പാടും, പദ്ധതികളെല്ലാം അവതാളത്തിലാവും. ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന ശബ്ദത്തോട് പോലും പ്രതികരിച്ച് ചിഹ്നം വിളിച്ചടുക്കുന്ന കൊലകൊല്ലി.
മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇന്നോളം മനസ്സറിഞ്ഞ് മുഖം കൊടുക്കാത്ത കൊലകൊല്ലി. മരണമെന്ന മറ്റൊരു പര്യായം കൂടി കൊടുക്കാവുന്ന അവനെ തേടിയുള്ള ഈ യാത്രയിൽ ഏത് നിമിഷവും തൊട്ടു മുന്നിലേക്ക് അവൻ ചാടി വീണേക്കാമെന്ന ആശങ്കയോടെ കാലൊച്ച പോലും കേൾപ്പിക്കാതെ പൂച്ചക്കാൽ വയ്പ്പുകളുമായി ആ കാടും പടലും താണ്ടുമ്പോൾ ഉള്ളങ്കാൽ മുതൽ ഉച്ചിവരെ ഭയമരിച്ചു കയറുന്നുണ്ടായിരുന്നു. സ്വന്തം ജീവനോടും ജീവിതത്തോടുമുള്ള മനുഷ്യൻ്റെ ആർത്തിയും മതിവരായികയും തിരിച്ചറിയുന്ന അപൂർവ നിമിഷം. അപ്പോഴേക്കും ആന ഞങ്ങളുടെ വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വഴികാട്ടിയായ പ്രദീപ് ചൂണ്ടിക്കാട്ടിയ ദൂരത്ത് ചെറിയൊരാനക്കം. ചെടികൾക്കിടയിൽ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ആനയുടെ വാലിൻ്റെ ചലനം തന്നെ. പിന്നെ അവൻ ചെറുതായൊന്ന് അമറി. അപ്പോൾ ആദ്യം പിന്തിരിഞ്ഞോടിയത് ഞങ്ങളുടെ വഴികാട്ടിയും ആദിവാസിയുമായ പ്രദീപും. കിടക്കാണ് സാറേ, കിടക്കണം. ഇപ്പോൾ എനിക്കാണെങ്കിൽ കാണാൻ പറ്റും. ആദ്യം ഒന്ന് സംശയിച്ച ശേഷം, ആ ഞാനാടാ കൊലകൊല്ലി, ചങ്കൂറ്റമുണ്ടെങ്കിൽ കൈവിറയ്ക്കാതെ നിന്ന് എൻ്റെ പടമെടുക്ക് എന്ന വെല്ലുവിളിയോടെ പോസ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾ. അല്ലെങ്കിൽ എത്രയായാലും ഒരു ആന പ്രോഗ്രാമല്ലേ, പിള്ളേരെടുത്തോണ്ട് പോട്ടെ എന്ന കൊലകൊല്ലിയുടെ സൗമനസ്യവുമാവാം. അവൻ കൊലകൊല്ലി എന്നതിന് ഏറ്റവും വലിയ തെളിവ് അറ്റം മുറിഞ്ഞു തൂങ്ങിയ തുമ്പിക്കൈയും. ആന എത്രമാത്രം പ്രകോപിതനാണെന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം വില്ലുപോലെ വളച്ചു പിടിച്ച വാല് തന്നെ. പിന്തിരിയാൻ തോന്നുന്നതിന് പകരം ഞങ്ങൾക്കു നേരെ കുതിക്കാനാണ് കൊലകൊല്ലിക്ക് തോന്നിയിരുന്നതെങ്കിൽ ഈ ദൃശ്യങ്ങളും ക്യാമറയും ഒന്നും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷേ ഞങ്ങളും. അതെ, കൊലകൊല്ലിയുടെ ഈ ദൃശ്യങ്ങൾക്കുള്ള എല്ലാ ക്രെഡിറ്റും അവൻ്റെ വെല്ലുവിളിക്ക് മുന്നിൽ കരളുറപ്പോടെ നിന്ന് ക്യാമറ ചലിപ്പിച്ച ഞങ്ങളുടെ ക്യാമറാമാൻ കണ്ണന് തന്നെ. കണ്ണൻ എന്ന കണ്ണൻ മുഹമ്മയ്ക്ക്. ഇവിടെ സൂര്യക്കാര് അവർ പലരും വന്നെങ്കിലും ഒന്നുകിൽ അവൻ്റെ ഇങ്ങനെ ഒരു സീൻ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ അവൻ്റെ മുതുക്, ഒന്നുകിൽ അവൻ്റെ വാലിൻ്റെ ഭാഗം, ഒന്നുകിൽ ഞാൻ ആദ്യം നമുക്ക് വാല കിട്ടുമെന്ന് ഓർത്ത് നമ്മൾ ആദ്യം നിന്നില്ല. അവിടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു വാല കിട്ടും. അല്ല, എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഇത് അനക്കിയിട്ട് എനിക്ക് ഇത് ഭാഗ്യം. ആനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പരമ്പരയ്ക്ക് തന്നെ കൊലകൊല്ലിയുടെ ഇന്നേ വരെയുള്ള ഏറ്റവും നല്ല ദൃശ്യങ്ങൾ കിട്ടിയത് ഒരുപക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗ്യമാവാം.